إمام المتقين ورسول رب العالمين صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. മനുഷ്യരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നമ്മൾ വിഷമിക്കുന്നവരാണ്. എന്നാൽ ചില ആളുകൾ ആ വിഷമത്തിന്റെ ലിമിറ്റ് അതിരുവിട്ട് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവവിശേഷങ്ങൾ ചിലരിലെങ്കിലും കാണാറുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ എന്താ പടച്ചോൻ എന്നെ മാത്രം ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് അള്ളാഹു എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന രീതിയിൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രയോഗം, ഒരു സ്വഭാവ വിശേഷം ചിലരിലെങ്കിലും കാണാറുണ്ട്. ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അത് തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്കാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ, ഈ ലോകം പടക്കാൻ കാരണക്കാരനായ ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എണ്ണമറ്റ നിരവധി പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. അള്ളാഹു കൊടുത്ത പരീക്ഷണങ്ങളാണ്. യതീമായിട്ടാണ് ജനിക്കുന്നത്. 6 വയസ്സായപ്പോഴേക്കും മാതാവും വഫാത്തായി. പിന്നീട് വളരുന്നത് വലിയ പ്രയാസങ്ങൾക്കിടയിലൂടെയാണ്. കല്ലേറുകൾ, ശത്രുക്കൾ, ഒരുപാട് ആക്രമണങ്ങൾ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമക്കുണ്ടാകുന്ന പരീക്ഷണമാണ്. അവിടെ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു നിന്നു. അങ്ങനെയാണ് പരിശുദ്ധമായ ദീനിന്റെ വളർച്ച ഉണ്ടാകുന്നത്. സത്യവിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട്, അവൻ നമ്മെ പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പരീക്ഷണവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ശരിക്കും സൂക്ഷിക്കേണ്ടതാണ്. കാരണം ആഖിറത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ അയാളായിരിക്കും പെട്ടുപോവുക. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നതാണ് സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ബാധ്യത. എന്നാൽ നമുക്കിനി സഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ചിലരുടെ മനസ്സ് അങ്ങനെയാണല്ലോ. അപ്പോഴാണ് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ നബി തങ്ങൾ പഠിപ്പിച്ചിരുന്നത്. ദുആഉൽ കർബ് എന്നാണ് ആ ദിക്റിന്റെ പേര് തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന് പറയുന്ന ദുആ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ, ടെൻഷനുകൾ ഉണ്ടാകുമ്പോൾ ഈ ദുആ പതിവാക്കണമെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാൻ കഴിയുന്നത് സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് നിൽക്കുക. അല്ലാഹു മഅസ്വാബിരീൻ, ക്ഷമാലികളോടൊപ്പമാണെന്ന് വിശുദ്ധമായ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലാണ് പറയുന്നത്. ക്ഷമിക്കുന്നവർ അസ്വബറു നിസ്ഫുൽ ഈമാൻ എന്നാണല്ലോ. ഈമാനിന്റെ പകുതി ക്ഷമ തന്നെയാണ്. അതുകൊണ്ട് വലിയ പുണ്യമാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കുക. ക്ഷമിക്കാൻ കഴിയാത്തതാണെങ്കിൽ ഇത്തരത്തിലുള്ള ദിക്റുകൾ പതിവാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും പരിപൂർണമായ സലാമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാം ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇതിന്റെ സവാബുകൾ നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ കൂട്ടുകുടുംബാദികൾ, നമ്മുടെ മഹലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഹദ്റാത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശിഷ്ടകാല ജീവിതം പരിപൂർണമായ റാഹത്തോടെ, സന്തോഷത്തോടെ, സലാമത്തോടെ ഉള്ളതാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.